What has happened in this scene? എഴുതിയതുപോലെയാണോ വന്നേക്കുന്നത്? ലോട്ട് ഓഫ് ഡിഫറൻസസ്. ഹൗ ദാറ്റ് ഹാപ്പൻ? എങ്ങനെ സംഭവിച്ചു? ഷൂട്ടിങ്ങിലെ മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് മാറ്റം വന്നേക്കുന്നത്? ഡൈനാമിക്സ് മാറിയോ? ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. കൂടുതലിൻ്റെ സീനും ഇല്ല. ഓക്കെ okay, so that is the main change which she mentioned, that changed the entire dynamics of the scene. Okay, so that improvisation happened while shooting. ഇതാണ് ഷൂട്ടിംഗ് സമയത്ത് നടക്കുന്നത്, മനസ്സിലാവണം. സോ ദർ ഹാസ് ടു ബി എ ട്രിഗർ, മനുഷ്യന് ട്രിഗർ ആവുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സെല്ലിനകത്തോടെ ഇവരെ കൊണ്ടുവന്നു. അതൊരു അവൻ മോട്ടിവേറ്റഡാണ്. ഹിസ് ഇൻറ്റൻഷൻ ഈസ് ടു ഗോ ഗെറ്റ് ഇൻ ടു ദ സെൽ ആൻഡ് കിൽ ദിസ് പേഴ്സൺ. ദറ്റ് ഈസ് ഓൾറെഡി ഗിവൻ. അവൻ ആ ബ്രീഫിംഗ് കൊടുത്തിട്ടുണ്ട്, അവരൊരു ഇമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്, എല്ലാം നടത്തിയിട്ടുണ്ട്. അവനകത്തോട്ട് കൊണ്ടുവരിക. ആൻഡ് ദ തിങ് ഈസ്, കണ്ണ് താത്ര എന്ന് പറയുന്ന സമയത്ത് വി ആർ നോട്ട് കട്ടിങ് ടു അവൻ്റെ കണ്ണ് താത്ര എന്നല്ല ഇത് വെച്ചേക്കുന്നത്. സോ ദാറ്റ് ഈസ് ആഡഡ് ബൈ മൈ എഡിറ്റർ. അയാൾ എന്താ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സുലൈമാൻ്റെ കണ്ണ് താഴുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഡയറക്ട്ലി ഇംപ്ലിക്കേറ്റിംഗ്, ലൈക്ക് നിന്നോടല്ല ഞാൻ പറയുന്നത്, നിന്നോടാണ് പറയുന്നത് എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു തോട്ട് അവിടെ. അത് ഞാൻ നടത്തിയതല്ല. ദർ വാസ് എ ഷോട്ട് വെയർ അയാളുടെ കണ്ണ് താഴുന്ന, തല താഴുന്ന ഒരു സീക്വൻസ് ഷോട്ട് ഉണ്ടായിരുന്നു. അത് അങ്ങോട്ട് മാറി ജക്സപ്പോസ് ചെയ്യുന്നത്. ഇറ്റ്സ് സിമ്പിൾ ജക്സപ്പോസിഷൻ. എങ്ങനെ നമ്മൾ ഇതിനെ എന്താ പറയുന്നത്, ലൈനപ്പ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ആ മീനിങ് അങ്ങനെ അവിടെ ക്രിയേറ്റ് ആവും. ആൻഡ് വെൻ ഇയാൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവനൊന്നും റിയാക്ട് ചെയ്തില്ല. അവൻ ജസ്റ്റ് കാല് മാത്രം നീക്കുന്നു. ദാറ്റ് മീൻസ് ഈസ് നോട്ട് വില്ലിങ് ടു ഈറ്റ്. ആൻഡ് ദെൻ വെൻ ഹി ഗെറ്റ്സ് അപ്പ് ഹി ടെൽസ് എവറിത്തിങ്. അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ഒന്നുമില്ല, സിമ്പിളായിട്ട് ആ കോൺവെർസേഷൻ ഉണ്ടായിരുന്നതിനകത്ത് ഒരു ഡയലോഗ് ലാസ്റ്റിലേക്ക് വെച്ചു. ആൻഡ് ദർ ഇസ് എൻ ആക്ട് ഓഫ് ബ്രൂട്ടാലിറ്റി വിച്ച് ആഡഡ് ടു ദാറ്റ്. മനസ്സിലാവണം. സോ ആ ബ്രൂട്ടാലിറ്റി, നീയും മതം പറയുവാണോ, നിന്നെയും മതം പറയാൻ പഠിപ്പിക്കുവാണോ എന്ന് ചോദിക്കുന്ന ആ സ്ഥലത്ത് അത് ബ്രൂട്ടാലിറ്റി ആയിട്ടല്ല ഫീൽ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസിക്കലി അബൌട്ട് ഇറ്റ് ഡസൻറ്റ് വാണ്ട് ടു ഹിയർ ദാറ്റ് ട്രിഗർ. ആ ട്രിഗർ വന്നിട്ട് പിന്നെ എടാ മോനെ ഞാൻ നിന്നെ എന്തെങ്കിലും, കാരണം ഹീ ഈസ് മോർ ഈക്വലൻ ടു ഹിസ് സൺസ് ഏജ്. ലൈക്ക് അയാളുടെ മകൻ മരിച്ചു പോയത്. സോ ആ മകൻ്റെ ഏജിൽ ഉള്ള ഒരാളെ കാണുമ്പോൾ അയാൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ അപ്പോൾ പെട്ടെന്ന് അയാൾക്ക് ഒരു റിഡംപ്ഷൻ ഉണ്ടാകും. സോ ലോട്ട് ഓഫ് വേരിയേഷൻസ്. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്, ദെൻ ഹീ പുഷ്ഡ് ഹിം. ആൻഡ് ദെർ വാസ് എ മൊമെൻറ്റ് വേർ ഹീ ആക്ച്വലി ഞങ്ങൾ ഷൂട്ട് ചെയ്തതാണ്. ദാറ്റ് കൂളർ ടേണിങ് ഒക്കെ ഉണ്ടാകും, ബിക്കോസ് ദാറ്റ് കൂളർ ഇസ് ഓൾറെഡി ദെയർ. പക്ഷേ വാട്ട് ഹാപ്പൻ, my musician, the person who arranges my score over there, he created something else that was unexpected. അത് ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തില്ല. there is no song which is written over there. There is nothing. He created something which അത് അയാളുടെ. so everybody is equally creative. മനസ്സിലാവുള്ളൂ. everybody is charged up. even the cinematographer വർക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്ലെയിൻ വർക്കാണ്, ഒന്നുമില്ല. പക്ഷെ ആ പ്ലെയിൻ വർക്കിനകത്ത് ഒരു മണ്ടേൻ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിരിക്കുക. ഈവൻ ദ പ്രൊഡക്ഷൻ ഡിസൈൻ, എവറിത്തിങ് ഈസ് സിമ്പിൾ. ഒന്നുമില്ല. നമ്മൾ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു സോഴ്സ് എവിടെ നിന്ന് വെളിയിൽ നിന്ന് വരുന്നൊരു സോഴ്സ് ഉണ്ട്, ഒരു ടങ്സ്റ്റൻ സോഴ്സ് വെളിയിൽ നിന്ന് എവിടെ നിന്ന് വരുന്ന ലൈറ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ അതിനകത്തും ദർ ഈസ് എ ലൈഫ് വിച്ച് ഹസ് ബീൻ ക്രിയേറ്റഡ്. സോ ഇത് എലിവേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എലിവേറ്റ് ചെയ്തിരിക്കും. സോ എവറിബഡി ഈസ് ഇൻ ഹാർമോണി. സോ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, തിരിച്ച് വന്നപ്പോൾ ഈ മോൻ്റെ ഷോട്ടിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്കാണ് കട്ട് ചെയ്തത്. സോ ദിസ് ഇസ് വൺ ജനറേഷൻ വിച്ച് ഇസ് ഹിയർ, വിച്ച് ഇസ് ഹിസ് ക്ലോസ് ഫ്രണ്ട്. ആൻഡ് ഫ്രം ദെയർ വി കട്ടിങ് ടു Sulaiman's daughter. She is also sleeping, but sleeping means she is also lying on a bed where she is looking into Sulaiman's life, past life. And there was a scene which was written and shot also, which we removed. അവൾ നോക്കിയാൽ മതി, there is enough motivation there. ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് ആ കയ്യിൽ നിന്ന് വി ആർ ഷോയിങ് ഹിം കൈ കഴുകുക. ദാറ്റ് മീൻസ് ഇനി ഇല്ല, ഇനി അങ്ങനെ ഒരു കൈ കഴുകൽ. സോ ദാറ്റ് ഈസ് അതൊരു ചടങ്ങാണ്. നമ്മൾ
കാല് കഴുകുക, ദേഹശുദ്ധി എന്ന് പറയുന്നൊരു ചടങ്ങ്, റിച്വൽ. ആ റിച്വലിലേക്ക് ഇതിനെ ബ്ലെൻഡ് ചെയ്യും. ഫ്രം ദാറ്റ് ഹാൻഡ് ടു ദിസ് ഹാൻഡ്. ആ ഹാൻഡിനൊരു ക്ലോസപ്പ് ഒന്നും വെച്ചിട്ടില്ല. ക്ലോസപ്പ് ഒക്കെ വേണമെങ്കിൽ വെക്കാമല്ലോ, വേണമെങ്കിൽ ഇത്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട് പ്ലാൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ആൻഡ് വെൻ ഈസ് കമ്മിങ് ഇൻ ഓൾസോ ദർ ഇസ് വെരി ലൈക്ക് ആ മോർണിംഗ് സിംപ്ലിസിറ്റിയിലാണ് അത് വരുന്നത്. സോ ഹൗ മച്ച് ചേഞ്ച് ആൻഡ് ഓൾസോ ദർ ഇസ് പ്രോഗ്രഷൻ. സ്റ്റോറിയിൽ പ്രോഗ്രഷനുണ്ട്, മനസ്സിലാവുന്നുണ്ട്. സോ ദിസ് ഇസ് ഇതിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അതോ ഞാൻ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അല്ലല്ലോ, അല്ലേ? ഓക്കെ. So then again, from this film also, I'll try to explain one more scene where how time is progressing എന്നുള്ള സംഭവം. പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ഒരു കൈയുടെ ക്ലോസപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. ദോസ് ഡിസിഷൻസ് കെയിം ഇൻ ദ എഡിറ്റ്. അതായത് ആക്ച്വലി ആദ്യം സീനിനകത്ത് ഉണ്ടായിരുന്നത് റംലത്ത് എന്ന് പറഞ്ഞ ഈ മകള്, ഷീ ഈസ് ബേസിക്കലി റൈറ്റിംഗ് ദിസ് ടു, അത് എഴുതി വെക്കുന്നത് എന്തുകൊണ്ട്? വൈ ഷീ ഈസ് റൈറ്റിംഗ്? വാട്ട് ഈസ് ദാറ്റ് റൈറ്റിംഗിന്റെ മീനിങ് എന്താ? ദർ ഇസ് എ ഹോപ്പ് ദാറ്റ് ഹർ ഫാദർ ഇസ് ഗോയിങ് ടു കം ബാക്ക്. മനസ്സിലായോ? ആ ഹോപ്പ് ഇപ്പോൾ ഉണ്ടോ? ആ ഹോപ്പ് ഇല്ല. അല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ബിക്കോസ് ദാറ്റ് ഡിസിഷൻസ് ആർ ടേക്കൺ ഡ്യൂറിങ് ദ എഡിറ്റ്. അതുകൊണ്ട് ഒരു കൈ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൈ വളരെ ഡയറക്റ്റ് മീനിങ്ങാണ്. ചിലത് ഭയങ്കര ഡയറക്റ്റാണ്, ഡയറക്റ്റ് അല്ലാതെയും പോവാം. യു ഷോയിങ് ഹിം വാഷ് ഹിസ് ഹാൻഡ്സ്. കാല് കഴി അകത്തോട്ട് വരുവാണ്. സോ ദർ ഇസ് ഓൾസോ അനദർ ഇന്നർ മീനിങ് വിച്ച് ഇസ് സേയിങ് ദാറ്റ് ഓക്കെ, ഇനി ഇയാൾ തിരിച്ച് വരത്തില്ല എന്നുള്ള രീതിയിലും കൂടെ വരികയാണ്. അവസാനത്തെ ഒരു എഴുത്താണ്, തീർന്നു. That is different. അത് ആളുകളുടെ കാര്യങ്ങളാണ്. സോ ദാറ്റ് ഇസ് എൻ ഇന്റർപ്രിട്ടേഷൻ വിച്ച് യു ക്യാൻ സേ. അത് മറ്റുള്ളവർ പറയേണ്ട കാര്യങ്ങൾ. പക്ഷേ വാട്ട് വി തോട്ട് ഇൻ ദ എഡിറ്റ് സ്റ്റേജ് ആൻഡ് ഇൻ ദ സൗണ്ട് സ്റ്റേജ്, വാട്ട് വി തോട്ട് ഇസ് ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് എലിവേറ്റിംഗ് വിത്തൗട്ട് ഗിവിങ് ടു മച്ച് ഇൻഫർമേഷൻ. ഒരുപാട് ഇൻഫർമേഷൻസ് കൊടുക്കാതെ തന്നെ എത്രത്തോളം മിനിമലായിട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ആൻഡ് ദർ ഇസ് വൺ ഗൈ, യാ പ്ലീസ്. ഇല്ല, അതായത് സുശീൽ wanted a motivation to start this thing. So this was not planned. ഈ സോങ് ആക്ച്വലി, ഇങ്ങനത്തെ ഒരു ട്രാക്ക് ആക്ച്വലി ഞങ്ങൾ പടത്തിലില്ല. there was nothing planned. പടത്തിൽ പലതും പ്ലാൻഡ് അല്ല. സോ വാട്ട് ഈസ് ഹാപ്പനിങ്, ഇത് ഒരു സ്കോർ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സുശീൽ ഒരു ഹമ്മ്, ഒരു ലെയർ ഹമ്മിങ് അവിടെ ഉണ്ടാക്കുക. എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇവിടെ ഒരു സ്കോർ വേണം, ഇതൊന്ന് കേട്ടു നോക്കാൻ പറഞ്ഞു. then we understood that is very much working. പക്ഷേ അവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ we had a good transition from this boy look like അയാളെ ഫേവർ ചെയ്യാതെ തിരിഞ്ഞ് കിടക്കുന്ന ആ പയ്യനും കട്ടിങ് ടു ദിസ് ജനറേഷൻ. സോ രണ്ട് ജനറേഷൻ. ഈ കട്ടൊന്നും എഴുത്തിലില്ല എന്നല്ല, ഇത് ലേറ്റർ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് then there is that shot is unwanted. അതിൻ്റെ ആവശ്യമില്ല. അയാൾ അവനെ കെയർ ചെയ്യുന്നുണ്ട്, ആ കെയർ അതിലേ കിട്ടി, മനസ്സിലാവുന്നുണ്ട്. ആ കെയർ നേരത്തെ ഇല്ലായിരുന്നു. ഇൻ ദ സ്ക്രിപ്റ്റ് ലെവൽ ദാറ്റ് കെയർ വാസ് നോട്ട് ദെയർ. സോ അതിനകത്ത് ദേഷ്യവും നമ്മൾ പിള്ളേരെ തല്ലുന്നതുകൊണ്ട് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ആർ അഗെയിൻസ്റ്റ് ദം. അങ്ങനെയല്ല, അതിനകത്തൊരു വാത്സല്യമുണ്ട്. ആ വാത്സല്യം തിരിച്ച് കൊണ്ടുവന്നു. പിന്നെന്തിനാ അത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്? അതിൻ്റെ ആവശ്യമില്ല. ദാറ്റ് ഇസ് എ തിങ്. എനിത്തിങ് എൽസ് to discuss with this particular scene? No. So I'm going to another scene again from the same film. ഇതും കൂടെ ഒന്ന് വായിക്കാം. കഴിഞ്ഞ ഫ്രെഡി എടുത്തുകൊണ്ട് ഒരു പ്രതികാര സ്വരത്തിൽ, മേരി എനിക്കിനി യവനുണ്ട്, യവനെ ഞാൻ കണക്ക് പറഞ്ഞോളാം, അപ്പന് ചെയ്യാൻ പറ്റാത്ത ഞാൻ എൻ്റെ മോനെ കൊണ്ട് ചെയ്യിക്കൂടി. മേരിയുടെ ഈ അലർന്ന ശബ്ദം കേട്ട് ഫ്രെഡി കരയുകയാണ്. ഒരു നിമിഷം അവനെ ഒന്ന് നോക്കി നിൽക്കുന്ന റോസ്ലി, എന്നിട്ട് തിരിഞ്ഞ് നടന്നു പോകുന്നു. റോസി മുന്നോട്ട് നടന്നു പോകവേ പുറകിൽ നിന്ന് മേരി അത് തന്നെ ഉച്ചത്തിൽ വീണ്ടും പൊലിപ്പിക്കൊണ്ടേയിരിക്കുന്നു. കോറിഡോറിൻ്റെ അറ്റത്ത് ഈ കാഴ്ചകൾ കാണാൻ ശക്തിയില്ലാതെ മാറി നിൽക്കുന്ന പീറ്റർ. അയാളുടെ അടുത്തേക്ക് ചെല്ലുന്ന റോസി. പീറ്റർ അവളുടെ കൈക്ക് പിടിച്ച് കരഞ്ഞു കൊടുക്കുന്നു. അത് കണ്ട് റോസി, പീറ്ററേട്ടാ നിങ്ങളെങ്കിലും പറ, ഡേവിയാണ് ഇങ്ങനെ കബലൂന്ന് അറിയാമായിരുന്നോ? പീറ്റർ അതിനെങ്ങനെ മറുപടി പറയുമെന്ന് അറിയാതെ മെല്ലെ, പീറ്റർ അവൻ എന്തൊക്കെയോ അറിയാമായിരുന്നടി. പീറ്ററിനോട് കുറച്ചുകൂടി തറപ്പിച്ച് ചോദിക്കുന്ന റോസി. പോലീസ് വെടിവെക്കുന്നു, ആളുകൾ മരിക്കുന്നു, ഡേവിയണ്ണൻ അറിയാമായിരുന്നോ എന്ന്. പീറ്റർ അതിനവളെ ഒന്ന് നോക്കുന്നു.
അതിൽ അവൾക്ക് മനസ്സിലാകുന്നു ഡേവിഡ് അറിഞ്ഞുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അവരെ കൊല്ലിച്ചതിന്റെ കാരണം ഞാനോട് ചോദിക്കാൻ ഇതിനകത്ത് നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ഇതിനകത്ത് ഒത്തിരി ടൈം ഡ്യൂറേഷൻ മാറുന്നുണ്ട്, സ്പേസ് മാറുന്നുണ്ട്. വായിച്ച പോലെയാണോ ഇരിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? വാട്ട് എവർ. ആ അതൊക്കെ നാച്ചുറലി വരുന്നതാണ്. ഒരു കുട്ടി കരയുന്ന സംഭവങ്ങളൊക്കെ നാച്ചുറലി വരുന്നതാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഇതിനകത്തൂടെ ഒരു കഥ പ്രോഗ്രസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദർ ഇസ് എ ടൂൾ വിച്ച് ഇസ് ബീൻ യൂസ്ഡ് കോൺസ്റ്റൻ്റ്ലി വിച്ച് ഇസ് കോൾഡ് വോയിസ് ഓവർ, വിച്ച് ഇസ് ആക്ച്വലി ദ വോയിസ് ഓവർ അല്ല. വാട്ട് ഈസ് ദാറ്റ് വോയിസ്? ഇറ്റ് ഈസ് അതായത് ഇതിന് അടുത്ത സീനിൻ്റെ ഒരു ഡയലോഗ് ഇങ്ങോട്ട് ഓവർലാപ്പ് ചെയ്തിരിക്കുക. സോ ദാറ്റ് ഈസ് എ ക്യാരി ഓവർ ഡയലോഗ് വിച്ച് മേക്സ് ഒരു സീംലെസ് ആയിട്ടുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കുക. സോ ദാറ്റ് മീൻസ് നമ്മളിപ്പം അവൾ ഇവിടുന്ന് പുറത്തിറങ്ങി എങ്ങനെ ആശുപത്രിയിലെത്തി നമുക്കറിയില്ല. ബിക്കോസ് അതെന്താ പറയുന്നത്, ഇത് മൊത്തം ഒരു കഥ പറച്ചിലാണ്. അപ്പം ഈ പടത്തിനകത്ത് മുഴുവൻ ഒരു നറേറ്റീവിലാണ് പോകുന്നത്. ഒരു 3-4 പേരുടെ നറേറ്റീവിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കഥ പറയുന്ന സമയത്ത് ചില ഓഡിയോ ടൂളുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ക്ലാസിക്കലായിട്ടുള്ള ടൂളാണ്, വളരെ ഓൾഡ് സ്കൂൾ ടൂളാണ്. യു ഡു ദാറ്റ്, യു കട്ട്, ഇറ്റ്സ് എ ട്രാൻസിഷൻ വിച്ച് ഇസ് യൂസ്ഡ്. സോ സൗണ്ടാണ് ട്രാൻസിഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതിനകത്തും എസ്പെഷ്യലി ഓഡിയോ പീസുകളാണ് ട്രാൻസിഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ വി കം ബാക്ക് ടു ദ സെൽ. അതിന് മുമ്പുണ്ടായിരുന്ന സെല്ലേ അല്ല. ദർ ഇസ് എ കൈൻഡ് ഓഫ് ഒരു ഭയങ്കര ശാന്തത, ഭയങ്കര സെറീനായിട്ടുള്ള ഒരു മൊമെൻ്റാണ് വരുന്നത്. ബിക്കോസ് എല്ലാവർക്കും അത് മനസ്സിലായി. ഈ തിരിച്ചറിവുണ്ടാവുന്ന മൊമെൻറ്റുകൾ ചിലപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള എക്സ്പ്രഷനിലായിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. ആസ് എൻ എഡിറ്റർ യു വിൽ ഹാവ് ടു പിക്ക് ദ റൈറ്റ് മൊമെൻറ്റ്സ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില സമയത്ത് ഫസ്റ്റ് ടേക്കിലുണ്ടാവുന്ന ഒരു വൈബ്രേഷൻ ചിലപ്പോൾ ലാസ്റ്റ് ടേക്കിലുണ്ടാവില്ല. സോ ഈ ഒരു ഓർഗാനിക്കായിട്ട് ഒരു ഒറിജിനൽ സാധനം കിട്ടുകയാണല്ലോ, പുതിയൊരു സാധനം കിട്ടുകയാണ്. ഫസ്റ്റ് ടൈം ദ പേഴ്സൺ ഇസ് ഡൂയിങ് ദാറ്റ്. അത് ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യാതെ വരുന്നൊരു പ്രോസസ്സായിരിക്കും. അതിനെ മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യാൻ നോക്കണം. ലൈക്ക് യു ഹാവ് ടു ട്രൈ ടു ഇതൊരു കാർവ് ചെയ്ത് നമ്മൾ എടുക്കുക. അപ്പോൾ ആ സമയത്ത് ചില സമയത്ത് നമ്മൾ ചില സാധനങ്ങൾ നമുക്ക് എന്താ പറയുന്നത് അത്രയും റിഫൈൻഡ് ആയിട്ട് വേണ്ട. ചിലപ്പോൾ അതിനകത്ത് സൗണ്ടിൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, ചിലപ്പോൾ ഫോക്കസ് ചിലപ്പോൾ കുറച്ച് വേരി ചെയ്യുന്നുണ്ടാവും. ദാറ്റ് അത് ഇമോഷണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും ഒന്നും ബാധിക്കുന്നില്ല. കാരണം ഇഫ് ഇറ്റ് ഈസ് ആഡിങ് എ ലോട്ട് ഓഫ് വാല്യൂ, ദാറ്റ് വാല്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വാല്യൂ മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല. അത് കൺവിൻസ് ചെയ്യണം. ഇതാണെങ്കിലാണ് ഇത് ഇത്രയും ഇമോഷണലായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. യാ തൊട്ട് മുമ്പുള്ള സമയത്ത് ഒരു ഫ്യൂണറലാണ്. സോ ഫ്യൂണറൽ നടന്നു, പള്ളിയുടെ വെളിച്ചം, പള്ളിക്കുള്ള ഒരു രാത്രിയിലത്തെ ഫ്യൂണറൽ കഴിഞ്ഞ് ആ ഒരു കൊടി താഴ്ത്തുന്നത്, അത് ഉറൂസും കൂടെ നടന്നിരുന്നൊരു ദിവസമായിരുന്നു. സോ ആ ഉറൂസ് കഴിഞ്ഞ് ഉറൂസിലൊരു ഇടയിലൊരു മരണം നടന്നാൽ, അതും ഇങ്ങനൊരു കലാപം നടന്ന സമയത്ത് വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ഒരു കൊടി താഴ്ത്തുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ആ കൊടി താഴ്ത്തുന്നതിലാണ് തീരുന്നത്. ദെൻ വി കട്ട് ടു ദീസ് പീപ്പിൾ കമ്മിങ് ഇൻ ടു ദ ഹൗസ് എന്ന് പറഞ്ഞു. സോ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങൾ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യണം. നിങ്ങൾ അല്ലാതെ ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. വാട്ട് എവർ യുവർ ഫീലിംഗ്, വാട്ട് എവർ യുവർ എന്താ പറയുക തോട്ട്സും ഷെയർ ചെയ്യുക. സോ ഇനി ഒരു സീക്വൻസും കൂടെ ഞാൻ കാണിക്കാം. ഇറ്റ് ഈസ് അഗെയിൻ എ ഡിഫറെൻറ്റ് ഫിലിം, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫിലിം. എനിബഡി ക്യാൻ റീഡ്. ഇറ്റ്സ് എ 2-page thing. This is from the film See You Soon. ഒരാൾ വന്നു. ഇല്ല, ഇത് ഇങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. സോ നിങ്ങളിപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ കണ്ടില്ലേ? സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എന്തായിരിക്കുന്നത്? ഇസ് ദർ എ ഹോസ്പിറ്റൽ ഇൻട്രോ? ഇല്ല, ഒന്നുമില്ലല്ലോ. ഇസ് ദാറ്റ് ക്യാരി ഓവർ? ആ വോയിസ് അതത്രേ ഉള്ളൂ. ഇത് ആക്ച്വലി ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് കളഞ്ഞല്ല. ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്ത് വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. സോ ഈ ഡ്രാഫ്റ്റിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും. ഇത്രയും മതി എന്നുള്ള ഡിസിഷൻ എടുക്കാൻ. സോ ദാറ്റ് ഇസ് വൈ ഐ എം ടെല്ലിങ് യു, ഈ എഴുത്ത് തന്നെ ഒരു തരം എഡിറ്റിംഗ് ആണ്. മനസ്സിലാവുണ്ടോ? ഒരു ഡ്രാഫ്റ്റിൽ നിന്ന് അടുത്ത ഡ്രാഫ്റ്റിലോട്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാലിക് ഈസ് സംതിങ് വിച്ച് ഇസ് ഐ ബീൻ റൈറ്റിംഗ് ഫ്രം 2011. സോ ദിസ് കോൺസെപ്റ്റുലൈസ്ഡ് ഇൻ 2018 ഷൂട്ടിംഗ് തുടങ്ങി ആൻഡ് റിലീസ് ചെയ്തത് 20.
ബട്ട് ഇപ്പോൾ ഞാൻ വായിക്കാം, ഇപ്പോൾ ഇത് ഓരോന്നും ഓരോ ഡിഫർ ചെയ്യും, വേരി ആയിക്കൊണ്ടിരിക്കും ഐഡിയാസ്. അപ്പം ഞാൻ പറയുന്നത് ആ ഒരു സമയം, ആ പ്രോസസ്സ് അതിനകത്തും എഡിറ്റിംഗ് നടക്കുന്നുണ്ട്. അങ്ങനെയില്ല, അത് പല റൈറ്റേഴ്സും അങ്ങനെ തന്നെ ചെയ്യും. റൈറ്റർ ഈസ് ദ ഫസ്റ്റ് എഡിറ്റർ. യു ഷുഡ് അക്സെപ്റ്റ് ദാറ്റ്. റൈറ്റർ തന്നെയാണ് ആദ്യമായിട്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ലാംഗ്വേജ്, ഒരു പടത്തിൻ്റെ ലാംഗ്വേജ് ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആർഗ്യൂ ചെയ്യുന്നത്, ദർ ഇസ് എൻ ഡിബേറ്റ് വിച്ച് ഇസ് ഗോയിങ് ഓൺ. ഡയറക്ഷൻ ആൻഡ് സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ടുള്ളൊരു കോഴ്സ് അല്ല. ഇറ്റ് ഹാസ് ടു ബി സ്പ്ലിറ്റ് ഇൻ ടു ഡയറക്ഷൻ ആൻഡ് സ്ക്രീൻ പ്ലേ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഒരുപാട് ആളുകൾ പറയുന്നത്. ഞാനത് തിരിച്ചാണ് പറയുന്നത്. ഐ ഓൾവേസ് ഡിമാൻഡ് ഫോർ ദിസ് യൂണിഫൈഡ് കോഴ്സ്. ഡയറക്ഷൻ ആൻഡ് സ്ക്രീൻ പ്ലേ ഈസ് ഒറ്റ കോഴ്സാണ് അത്. കാരണം ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ അറിയാത്ത ഒരാൾ ഡയറക്റ്റ് ചെയ്യാൻ ഇറങ്ങരുത്. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ലിറ്ററേച്ചർ അല്ല. അത് പലർക്കും തെറ്റായ ധാരണയാണ്. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, അയ്യോ എനിക്ക് ഭാഷ അറിയത്തില്ല, എൻ്റെ ഭാഷ വീക്കാണ്. ഒന്നുമില്ല. ഇതൊരു വർക്ക് ഓഫ് ആർട്ടൊന്നും അല്ല. ഇത് ലിറ്ററേച്ചർ അല്ല. ദിസ് ഇസ് ജസ്റ്റ് സ്ക്രിബിളിങ് തിങ്, ഒരു ബ്ലൂ പ്രിൻ്റ്, അത്രേ ഉള്ളൂ. ഇതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പണ്ട് കാലത്ത് ആൾക്കാർ ഇങ്ങനെ എഴുതാൻ അറിയാവുന്ന ആൾക്കാരെ വിളിച്ച് എഴുതിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷ നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതി തുടങ്ങുക, അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു സിനിമയുടെ ലാംഗ്വേജ് ഡിസൈഡ് ചെയ്യുന്നത് എപ്പോഴും റൈറ്ററാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി ആൾക്കാരിലേക്ക് പോകുന്നു. യാ ഒരുപാട് ഫഹദ് വാസ് സപ്പോസ് ടു പ്ലേ ഈ ഫ്രെഡിയുടെ റോളായിരുന്നു ഫഹദ് വാസ് സപ്പോസ് ടു പ്ലേ, ആൻഡ് ദിസ് ഏജ്ഡ് ഗൈ വാസ് സംബഡി എൽസ്. ബിക്കോസ് അങ്ങനെ അത് ആലോചിച്ച് തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അതിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ വന്നു, ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആൻഡ് ദിസ് ഷെർമിൻ ആൻഡ് ഫ്രെഡി ഹാഡ് എ വെരി ഷെർമിൻ വാസ് നോട്ട് എ ഡോക്ടർ ഇൻ ദ ഇനിഷ്യൽ ഡ്രാഫ്റ്റ്. ഷെർമിൻ വാസ് ഐ തിങ്ക് ഷി വാസ് ഈ കോളം ഭാഗത്ത് എനിക്ക് തോന്നുന്നു ഹോട്ടൽ മാനേജ്മെൻ്റ് ഒക്കെ പഠിച്ച് പുതുതായിട്ട് വരുന്ന ഒരു ട്രെയിനി ആയിരുന്നു. യാ. So they had this Freddie had a lot of screen space in the first draft, where he used to like Sulaiman was very little in the early drafts. Then it shifted. Yeah. So this is a simple scene, which also you can actually yeah. ഇത് ലിറ്റിൽ ഇംഗ്ലീഷിലാണ്, പിന്നെ ബാക്കി മംഗ്ലീഷിലാണ് സ്ക്രിപ്റ്റ് ഇരിക്കുന്നത്. സോ ഇത് പെട്ടെന്ന് ഈ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അനു, വയ്യമ്മ, എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ പറ. ടോക്സ് മോർ അബൌട്ട് ഹർ ഇന്നർ തിങ്സ്. കെവിൻ്റെ കണ്ണുകൾ അത് കണ്ടു നിറഞ്ഞു തുടങ്ങുന്നു. കെവിൻസ് അപ്പാർട്ട്മെന്റ്, കമ്പ്യൂട്ടർ സ്ക്രീൻ, ജിമ്മീസ് ഫോൺ, ഡോക്ടർ പ്രസാന്ത്സ് apartment washroom. Night continues. Jimmy is calling Kevin in duo. For privacy, Jimmy has used to call him from the bathroom. As Kevin picks the call, Jimmy, നിങ്ങളല്ലേ പറഞ്ഞ അനു എനിക്ക് ഓക്കെ ആണെന്ന്. Kevin is silent. Jimmy shouts at him. Continue. Kevin അല്ലേ പറഞ്ഞ അനു എനിക്ക് ഓക്കെ ആണെന്ന്. എൻ്റെ മമ്മിയോടും താൻ അത് തന്നെയല്ലേ പറഞ്ഞ്. Kevin കൈകെട്ടി അവൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ജിമ്മി കണ്ടിന്യൂ. തൻ്റെ അടുത്ത് അന്വേഷിച്ച അനുവിനെ കുറിച്ചു തനിക്ക് എന്തെങ്കിലും അറിയാവോ? അവളെ കുറിച്ച് എൻ്റെ മമ്മിയുടെ അടുത്തുനിന്നു ഞാൻ അറിഞ്ഞത്. ഐ വാസ് സ്ലീപ്പിംഗ് വിത്ത് എ കോൾ ഗേൾ. ഡു യു നോ ദാറ്റ്? Jimmy is completely shattered and crying. Prasant sound is heard on the door. Jimmy unlocks the door and Prasant comes in. Dr. Prasant off screen. Jimmy madhyakada vannu kedakku. Kevin Jimmy I am sorry da. ഞാൻ ശരിക്കും അന്വേഷിക്കേണ്ടതായിരുന്നു. ജിമ്മി ദേഷ്യത്തോടെ ഫോണിന്റെ ക്യാമറയ്ക്ക് നേരെ വന്നു. ജിമ്മി സ്റ്റിൽ ക്രൈ. നീയെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്കിനി ആരും വേണ്ട. I was going to marry her. I was in love with her. Jimmy picks the phone and cuts the video call. It's big slap on Kevin's face. Now it's all his mistake. It seems there is no point in finding Anu at this stage. എൻ്റെ മമ്മി പറഞ്ഞു